മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയാണ് സാന്ത്വനം. ഇപ്പോഴിതാ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പരമ്പര കടന്നു പോകുന്നത്. ജ്യേഷ്ഠാനുജന്മാരുടെ കഥ പറഞ്ഞ പരമ്പരയിൽ സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും സന്ദേശമാണ് പ്രേക്ഷകർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഈ പരമ്പര കാണാൻ പ്രത്യേകം ഒരു ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥാഗതി കാണിച്ചു തുടങ്ങിയപ്പോൾ കഥയാകെ മാറി മറിഞ്ഞു. സംവിധായകൻ ആദിത്യന്റെ മരണശേഷം കഥ ഇനി മുന്നോട്ട് പോവില്ല എന്ന് വിചാരിച്ചെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പക്ഷേ അതിനിടയ്ക്ക് പല പ്രശ്നങ്ങളും വന്നു. ചെന്നൈയിൽ പഠിക്കാൻ പോയ കണ്ണൻ എന്ന ഏറ്റവും ഇളയ അനുജൻ തിരികെ വന്നു. ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിട്ടാണ് അനുജൻ തിരികെ വന്നത്. ഇത്രയും നാൾ വളർത്തി വലുതാക്കിയ സ്വന്തം ജ്യേഷ്ഠനായ ബാലനോട് വീടിന്റെ ഷെയർ വരെ ചോദിക്കാൻ വളർന്നു കണ്ണൻ. കണ്ണന്റെ കുസൃതികളും തമാശയും വിടുവായ്ത്തരവും ഒന്നുമില്ലാതെ എന്തൊക്കെയോ ഒളിവും മറവും രഹസ്യങ്ങളും ഉള്ള ഒരു കണ്ണനായിട്ടാണ് തിരികെ വന്നത്. കുടുംബത്തിലാകെ മൊത്തം പ്രശ്നങ്ങളായി. അനുജന്മാരും ഭാര്യമാരും ജ്യേഷ്ഠനും എല്ലാവരും തമ്മിൽ ബഹളം. തുടരെ പ്രശ്നങ്ങൾ വരുന്നത് ബാലേട്ടനും ദേവിയിടത്തേക്കും സഹിക്കാൻ പറ്റാതെയായി. ഏറ്റവും വലുതായി അവർ കണ്ടത് ദേവൂട്ടിയോടുള്ള സ്നേഹമായിരുന്നു. സ്വന്തം അമ്മയെ അപ്പുവിനോടുള്ളതിനേക്കാൾ സ്നേഹമായിരുന്നു ദേവിയും ദേവൂട്ടിയും തമ്മിലുള്ളത്. എൻ്റെ കുഞ്ഞിനെ ഇനി കളിപ്പിക്കാനോ തൊടാനോ അവളുടെ അരികത്തേക്ക് പോലും വരാനോ പാടില്ലെന്ന് അപ്പു പറഞ്ഞതോടുകൂടി കുടുംബത്തിന്റെ താളം മൊത്തം തെറ്റി. ദേവിയിടത്തേക്കും ബാലേട്ടനും സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ആ ഒരു സംഭവം. അല്ല എങ്കിൽ അമരാവതിയിലേക്ക് അപ്പുവിന്റെ വീട്ടിലേക്ക് കുഞ്ഞിനെയുമായി പോകുമെന്ന് അപ്പു തീർത്തു പറഞ്ഞു. അപ്പുവിന്റെ വാശി കാരണം കുഞ്ഞിനെ ഞങ്ങൾക്ക് കാണുകയെങ്കിലും ചെയ്യാമല്ലോ എന്നോർത്ത് അവരും വാശിക്ക് സമ്മതിച്ചു കൊടുത്തു. അനുജനായ കണ്ണൻ ഒരു ഭാഗത്ത് ലക്ഷങ്ങൾ ചോദിച്ച് ബഹളം വെക്കുന്നു. അപ്പു ആണെങ്കിൽ ഒരു ഭാഗത്ത് എൻ്റെ കുഞ്ഞിനെ മിണ്ടരുത് കാണരുത് എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ വഴിയും പ്രശ്നങ്ങളായപ്പോൾ 4 പേരും 4 വഴിക്ക് പിരിയേണ്ട സമയമായെന്ന് തോന്നിയപ്പോൾ ഞാനും ദേവിയും മാത്രം മാറിക്കൊടുക്കാം, അനുജന്മാർ 3 പേരും സന്തോഷത്തോടെ ജീവിക്കട്ടെ, ഞങ്ങളുടെ ഷെയർ കൂടി കണ്ണന് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങാൻ പോകുന്ന ബാലേട്ടനെയും ദേവിയിടത്തെയുമാണ് കാണിക്കുന്നത്. കുറച്ച് നാളുകളായി ക്ലൈമാക്സോട് അടുക്കുകയാണ് പരമ്പരയെന്ന് പറഞ്ഞു കേൾക്കുന്നു. ദേവിയിടത്തെയും ബാലേട്ടനും എങ്ങോട്ടെങ്കിലും ആരും കാണാത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്നുള്ള ഒരു സൂചനകളാണ് ഇപ്പോൾ പറയുന്നത്. രണ്ടുപേരും എന്തെങ്കിലും കടുങ്കൈ ചെയ്തു കളയുമോ എന്നും പേടിക്കുന്ന പ്രേക്ഷകരുണ്ട്. അത്തരത്തിലേക്കാണ് കഥ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും എന്തായിരിക്കും ക്ലൈമാക്സ് എന്ന് കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കും.